ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നല്ലേ? അപ്പോൾ നമ്മളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു ചായ കുടിച്ചിട്ടാണ് നമ്മളുടെ എല്ലാ പരിപാടികളുടെയും തുടക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയിൽ നമ്മൾ എങ്ങനെയാണ് ഫാമിലി ആയിട്ട് ഓണവും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ പാത്രം നിറച്ചും സാമ്പാറാണ്. ഈ സാമ്പാർ ഉണ്ടാക്കിയ സമയമാണ് അതിലും വലുത്. രാത്രി 2 മണിക്കാണ് ഈ സാമ്പാർ ഉണ്ടാക്കിയത്. കാര്യം എന്താണെന്നല്ലേ, ഇന്നത്തെ ദിവസം ഷിജോയ്ക്ക് വീട്ടിലിരിക്കാനായിട്ട് സമയമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ക്രിക്കറ്റിൻ്റെ ഒരു ടൂർണമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ സാമ്പാർ ഉണ്ടാക്കി വെച്ച് ഷിജോ അവൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ രാത്രി 5 മണിക്ക് കിടന്നുറങ്ങി 8:30 ആയപ്പോഴത്തേനും ഒരു കുഴപ്പമില്ലാണ്ട് ഇറങ്ങി വരുന്നതാണ് ഈ ഷിജോ. രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ അവൻ ആ ഒരു ഓണത്തിന്റെ പാട്ട് ഇട്ടോടുകൂടി നമുക്കും പണിയെടുക്കാനായിട്ട് ഒരു എനർജി കയറി. ആ ഒരു ഏരിയ നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഫ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും എന്നുള്ളതാണ്. എല്ലാ റൂമും അത്യാവശ്യം ഫുള്ളാണ്. നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് മൊത്തത്തിൽ വരുന്നത് 17 പേരാണ്. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വേണം ഈ ഒരു സോഫയും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കുറച്ചൊന്ന് സ്പീഡാക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം നമ്മളിവിടെ കിടന്ന് ഡിസ്കഷൻ ആയിരുന്നു. ഫൈനലി നമ്മൾ ഈ റൂമിലേക്ക് കയറാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഫസ്റ്റത്തെ ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടാസ്ക് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ടേബിളും കൂടെ കൂടി എവിടെയെങ്കിലും നമ്മൾ മാറ്റിയിരുന്നു. അപ്പോൾ ആ മാറ്റിയിടുന്ന കാഴ്ചയും നമുക്ക് കുറച്ച് സ്പീഡിൽ തന്നെ കാണാം. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അപ്പോൾ എൻ്റെ ഈ സ്റ്റൈലിലുള്ള നടന്നുവരവ് കണ്ടാത്തൊന്നും ഞാനാണ് ഒറ്റയ്ക്കെടുത്ത് പൊക്കി അവിടെ വെച്ചത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടാസ്കും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കൂടുതൽ ടേബിളുകൾ അവിടെ നിന്നെടുത്ത് മാറ്റണോ അതോ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് ഇവിടെ കിട്ടുമോ എന്ന് അറിയാനുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനായിട്ട് തോമസ് അവിടെ ഇരുന്ന് കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. വേറൊന്നുമല്ല, ഓണസദ്യ കഴിക്കാൻ നേരത്തെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ചിന്തിച്ചുകൊണ്ടാണ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി വേറെ ടേബിളൊന്നും നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് പറ്റും. അത് കേട്ടതും ഷൈജോ ചേട്ടൻ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങി, ക്ലീനിങ്. അപ്പം നമ്മളിനി സദ്യ കഴിക്കുന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മൂന്നാമത്തെ ടാസ്ക്. അപ്പോൾ ഓരോരുത്തർക്ക് നമ്മൾ ഓരോ ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ടാസ്കുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണികളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് വീഡിയോ കുറച്ചും കൂടി ഒന്ന് സ്പീഡാക്കാം. അപ്പോൾ നമ്മുടെ ഓണസദ്യയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന എല്ലാവരോടും ഓരോരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെക്കുന്നത് ചോറും സാമ്പാറും അതുപോലെ തന്നെ പപ്പടമാണ്. അപ്പോൾ ഇതാണ് ബെൻസി ചേട്ടൻ്റെ അളിയൻ. താഴേന്ന് കയറി വരുന്നതാണ് ബെൻസി ചേട്ടൻ്റെ സിസ്റ്റർ. ഹാപ്പി ഓണം. നമ്മുടെ ഫസ്റ്റ് ഡിഷ് വന്നിട്ടുണ്ട്, അവിയലാണ്. അങ്ങനെ രണ്ടാമത്തെ ആൾ എത്തിയിട്ടുണ്ട്. കയ്യിലിരിക്കുന്നത് പാലട പായസത്തിന്റെ മിക്സ് ആണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മൾ റൈസൊക്കെ അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അൺലോഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഫാമിലി എത്തിയിട്ടുണ്ട്. ബെൻസി ചേട്ടൻ്റെ സെക്കൻഡ് സിസ്റ്ററും ഫാമിലിയാണിത്. അവർ വന്നപ്പോൾ ജിലേബിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഇത് കഴിക്കുന്ന തിരക്കിലായിരുന്നു ഞാനും തോമസും. ഇനിയപ്പോൾ കുറച്ചു നേരം നമുക്ക് കുട്ടികളുടെ ആ ഒരു കലാപരിപാടികളൊക്കെ കാണാം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഓണത്തിൻ്റെ ആ ഒരു ഡ്രസ് കോഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റീജു ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നുള്ളൂ. ഇനി അവന് കുളിച്ചിട്ട് വേണം ഈ ഒരു ഡ്രസ്സിലേക്ക് മാറാനായിട്ട്. ബെൻസി ചേട്ടനാണെങ്കിൽ കൊച്ചിനെ എടുത്തു വെക്കി തുള്ളിക്കൊണ്ട് കൊടുക്കുമായിരുന്നു അതീകടെ ഇതികടെയൊക്കെ. അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് ചെയ്യേണ്ട അടുത്ത ടാസ്ക്കാണ് ഈ പപ്പടം കാച്ചിൽ. അപ്പോൾ ഓൾമോസ്റ്റ് ഓണസദ്യ തുടങ്ങാറാവണേക്കാൾ ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ പപ്പടം ചുട്ടു തുടങ്ങി.
ടിജോ അപ്പോഴേക്കും കുളിച്ച് സെറ്റായിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഡ്രസ്സ് മാറി നേരെ അടുക്കളയിലേക്കാണ് പോണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ സമയം 2:30 കഴിഞ്ഞു. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിശപ്പിന്റെ കോള് വരുന്നതുകൊണ്ടാണ് എല്ലാവരും ഈ സൈഡിലേക്ക് ഒരു ചാഞ്ചാട്ടം. അപ്പോഴേക്കും നമ്മുടെ എല്ലാ ഫാമിലിയും എത്തി. ഒരു ഹാപ്പി ഓണം. തോമസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നിങ്ങളെല്ലാവരും ഇത് ഹാപ്പി ഓണം പറഞ്ഞേ. അപ്പൊ നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണസദ്യ കഴിക്കാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫുൾ ഗാർബേജ് ബാഗിന്റെ ആ ഒരു കവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ആ ഒരു ഫൈനൽ ലുക്ക്. സദ്യയും കാര്യങ്ങളെല്ലാം വിളമ്പി ഇനി നമ്മൾ അത് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർ പെട്ടെന്ന് തന്നെ ചാടി കയറി ഇരുന്ന് ഫുഡ് കഴിച്ചു തുടങ്ങി. അങ്ങനെ നമ്മുടെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞു. സദ്യ അടിപൊളിയായിരുന്നു. എല്ലാവർക്കും അത്രയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾറെഡി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വിശന്നാണ് ഇരുന്നത്. അത് മാത്രമല്ല ഓരോരുത്തരും ഓരോരുത്തരുടെ ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും അടിപൊളിയായിരുന്നു. ഇനിയപ്പോൾ ക്ലീനിങ് ആണ്. നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുടെയും വയറ് അത്യാവശ്യം സെറ്റായി. എന്നാൽ പിന്നെ പുറത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയല്ലോ വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്കുണ്ട്. എന്നാൽ പിന്നെ ആ ഒരു പാർക്കിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങോട്ടേക്ക് ഇറങ്ങി. നമ്മളുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട് ആ ഒരു പാർക്കിലേക്ക്. അപ്പോൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് പതിയെ ആ ഒരു പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അതാകുമ്പോ എനിക്കധികം മെനക്കെടും വേണ്ട. അപ്പോൾ പാർക്കിലേക്കുള്ള ദൂരം പകുതി ആയപ്പോഴേക്കും കുറച്ച് ആൾക്കാർ നല്ല രീതിയിൽ ടയേർഡായി. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് വരാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അപ്പോഴേക്കും നടന്ന ആ ഒരു പാർക്കിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ആ ഒരു പാർക്ക്. ഈ പാർക്കിനോട് തൊട്ട് ചേർന്നായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് തൊട്ടപ്പുറയായിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച് ഇവിടെ ഇരുന്ന് നല്ല സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. മാൾട്ട എന്ന രാജ്യം ഇതുപോലത്തെ ഒരുപാട് പാർക്കുകൾ കൊണ്ട് സമ്പന്നനാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പ്ലേ ഗ്രൗണ്ടും തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ റെസ്റ്റ് എടുത്ത് വന്നവരൊക്കെ ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത്. എടാ ആയിഷ നീ എന്താ ഇങ്ങനെ എടുക്കണം? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുറേ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവിടെ ചെന്നപ്പോൾ നമ്മൾ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എടുത്തു. അങ്ങനെ ആ ഒരു രീതിയിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പോൾ ഏകദേശം ഇവിടെ ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കുള്ള ഒരു നടത്താണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ 2025 മാൾട്ട ഓണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.